നമസ്കാരം. രാഹുൽ മാങ്കൂട്ടവും ശ്രീനാഥവി കുഞ്ഞമ്മയും അതുപോലെ രാഹുലിന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഫെന്നി നയനാനുമൊക്കെ നമുക്കും പ്രിയപ്പെട്ടതാ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ശ്രീനാഥവി കുഞ്ഞമ്മ നല്ല കഴിവുള്ള, ജ്ഞാനമുള്ള, സംസാരിക്കാനുള്ള, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനൊക്കെ കഴിവുള്ള ഒരാളാണ്. ജനങ്ങളെ സേവിക്കാൻ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാര്യം ഉണ്ടെങ്കിലേ പിടിച്ചു പറിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സർക്കാരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു സ്കില്ലുള്ള ഒരാൾ തന്നെയാണ്, കഴിവുള്ള ഒരാൾ തന്നെയാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപിന്തുണയുമുണ്ട്. ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കട്ടെ, എന്തൊക്കെയായിരുന്നാലും അതൊക്കെ നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളത് സംസാരിക്കുന്നില്ല. ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, അയാൾ ചില കഴിവുകളുണ്ട്, അതുകൊണ്ട് മറ്റു കുറവുകളൊക്കെ മാറ്റിവെച്ചിട്ട് ആ മേഖലയിലേക്ക് വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പിന്തുണയുണ്ട്. അതോടൊപ്പം ഫെന്നി നയനാനെ നമ്മൾ എടുക്കുമ്പോൾ ഒരു വ്യക്തി, അതായത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഫെന്നി നയനാൻ ഏതൊരു പ്രതിസന്ധി വന്നാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാനുണ്ടടാ ചങ്കായി എന്ന് പറയുന്ന, രാഹുൽ മാങ്കൂട്ടത്തിന് കട്ട സപ്പോർട്ടായി നിന്നിട്ടുള്ള, ഒരുപക്ഷെ രാഹുലിന് പറയാൻ പറ്റാത്ത പലതും വിളിച്ചു പറയാൻ കഴിഞ്ഞ, ജനങ്ങൾ അറിയണമല്ലോ അതൊക്കെ. അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ട്. നമ്മളൊരു പക്ഷേ കള്ളക്കേസിലകത്തായേക്കാം, അല്ലെങ്കിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ടാകാം, നമ്മൾ ജാമ്യത്തിലും ആയിരിക്കാം. നമുക്ക് സത്യാവസ്ഥ പുറത്തു പറയാൻ പറ്റൂല. കാരണം അത് ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നതായി പോകും, പെട്ടുപോകും. അങ്ങനെ എത്ര കേസുകളുണ്ടെന്നറിയോ? ഒരാൾ എന്തെങ്കിലും പറയുമെന്ന് കരുതി കഴിഞ്ഞാൽ അയാളെ പേരിൽ ഒരു കള്ളക്കേസും കൊടുത്താൽ മതി. അയാളെ പ്രതിയാക്കിക്കൊണ്ട് മറ്റേയാൾ വാദിയായി ഒരു കേസും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം പുറത്തു വരില്ല, പറയാൻ പറ്റൂല. ഒരു ഐഡിയ ആയിട്ടാണ് ഇപ്പോൾ അത് എടുക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറയും എന്നതുകൊണ്ട് രാഹുലിന് തടയിട്ടപ്പോൾ ഫെന്നി നയനാനാണ് ആ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതും വലിയ ഒരു സമൂഹത്തിന് അതിന്റെ വസ്തുതകൾ തിരിച്ചറിയാൻ സാധിച്ചതും. നമ്മൾ ഇത്തരത്തിൽ വ്യക്തികളെ അനലൈസ് ചെയ്യുമ്പോൾ പല വിധത്തിൽ നമ്മൾ കാണേണ്ടി വരും. എല്ലാവരും ഒരുപോലെ കാണരുത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്സിൽ കഴിവും പ്രാപ്തിയുമുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിട്ടുള്ള, അതായത് അവരുടെ പ്രവർത്തന മേഖലയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ജനങ്ങൾ കരുതുന്ന ഒരു വിഭാഗം. പിന്നെ ഒരു ഭാഗം എന്ന് പറയുന്നത് അവരെ സാറേ എന്ന് മൂട്ടി താങ്ങി നടക്കുന്ന, അവരിൽ നിന്ന് എന്തെങ്കിലും ഊറ്റിയിട്ട് ഞാനാണ്ടോ എന്ന് പറഞ്ഞു നടക്കുന്ന, എന്നെ കണ്ടാൽ മതി, ഞാനെല്ലാം ശരിയായി തരും എന്ന് പറഞ്ഞു നടക്കുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. മൂട് താങ്ങികളെന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഈ മൂട് താങ്ങികളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നേതാക്കന്മാര് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയില്ല അവർക്ക്. അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. പിന്നീട് നമ്മൾ സാധാരണക്കാർ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇവിടെ അനുവദിക്കുന്നത്, അതൊക്കെ അനുഭവിച്ചിട്ട് റാൻ മോളി 5 കൊല്ലം കൂടുമ്പോൾ കുത്തി നടക്കാൻ മാത്രം വിധിക്കപ്പെട്ട വലിയൊരു വിഭാഗം. 3.5 കോടിയിൽ അവരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇതിനിടയിൽ ചില മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന 2-3 വിഭാഗങ്ങൾ. അതിൽ ശരിക്കുള്ള മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരുണ്ട്, കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരുണ്ട്, പിന്നെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. പിന്നെ യൂട്യൂബർമാർ എന്ന് കരുതി നിൽക്കുന്ന സംഗതി ഒന്നും അറിയാത്ത കുറെ സാധുക്കളുണ്ട്, കുറെ പാവങ്ങൾ. പുറമെ അവരുടെ വീഡിയോയൊക്കെ കാണുമ്പോൾ, ചാനലൊക്കെ കാണുമ്പോൾ, അവരുടെ പ്രതികരണം കാണുമ്പോൾ ഇയാൾ ഇതൊരു മഹാസംഭവമാണ് എന്ന് തോന്നും, ഭയങ്കര സംഭവമാണ് തോന്നും. അയാളെ അങ്ങ് ശരിയാക്കണം, കുപ്പിയിലാക്കണം, കടലിൽ താഴ്ത്തണം എന്നൊക്കെ ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് തോന്നും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആളൊരു ചുക്കുണ്ടായിരിക്കില്ല. അത്തരത്തിൽ ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. നിസ്സഹായര് നിൽക്കുന്ന പ്രശസ്തരും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം പേരുണ്ട്. നമുക്കറിയാം, നല്ല പ്രശസ്തരായിരിക്കും, പക്ഷെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ അധികം ആൾക്കാരുണ്ടാവില്ല. ഇപ്പോ അത്തരത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള, ഒരു കാലത്ത് VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് KM ഷാജഹാൻ. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് പിണറായി പോലീസ് അദ്ദേഹത്തിന് കൊടുക്കാനായി ശ്രമിച്ചപ്പോൾ നമുക്കറിയാലോ, അന്ന് ഷാജൻസ്കറിയ കൃത്യമായിട്ട് ആ സമയത്ത് ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ തള്ളും. കൃത്യമായി ഷാജൻസ്കറിയ വിവരം അറിയുകയും അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന, കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു വക്കീലിനെ അവിടെ അറേഞ്ച് ചെയ്യുകയും സ്വാഭാവികമായിട്ട് നീതിപീഠത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു. ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. അതായത് അവരുടെ പണി നടന്നില്ല. എന്നാൽ അതേസമയം തന്നെ നല്ല പവറുള്ള, കഴിവും പ്രാപ്തിയുമുള്ള ആൾ ഷാജൻസ്കറിയ തന്നെയാണ് അതിനും ഉദാഹരണം നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ 130ഓളം കേസുകൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത്രത്തോളം കേസുകൾ അദ്ദേഹത്തിനുണ്ട്. ആ കേസുകൾക്ക് അദ്ദേഹത്തിന് അതിൽ നിന്ന് അതിജീവിക്കാൻ കഴിയുന്നത് അത്രത്തോളം ഒരു സ്വാധീന വലയം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ്, ഒരു സൗഹൃദ വലയം ഉള്ളത് കൊണ്ടാണ്. അത്തരത്തിൽ വീഡിയോ ചെയ്യുന്നവരും പത്രധർമ്മം നടത്തുന്നവരും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാദോരാതെ വിളിച്ചു പറഞ്ഞ് ഏതെങ്കിലും ചില റാൻമോളികൾ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങ് ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ തട്ടിക്കളിച്ച് വിളിച്ചു പറയുന്ന, യാതൊരു ലൈസൻസും ഇല്ലാതെ, നാവിന് ലൈസൻസും ഇല്ലാതെ വിളിച്ചു പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് രാജൻ ജോസഫ് എന്ന് പറയുന്നത്. ഒരു സാധു മനുഷ്യനാ, എനിക്കറിയാവുന്ന ആളാണ്, എൻ്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാളാണ്.
പലതവണ അദ്ദേഹത്തിന്റെ നാവിന് കെട്ടിടാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും മറ്റു പലരും സംസാരിക്കുമ്പോൾ അദ്ദേഹം അടിച്ചങ്ങോട്ട് വിടുകയാണ്. ഈ രാഹുൽ മാങ്കുട്ടത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീനാഥ് കുഞ്ഞമ്മയെ സംബന്ധിച്ചിടത്തോളം, ഫെന്നി നയനാനെ സംബന്ധിച്ചിടത്തോളം ഇവരെയൊക്കെ നല്ലവണ്ണം എടുത്തിട്ട് അലക്കിയ ആളാണ് ഈ പറഞ്ഞ രാജൻ ജോസഫ് എന്ന് പറയുന്നത്. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ് ഏതറ്റം വരെ അവഹേളിക്കാൻ പറ്റുമോ അതൊക്കെ അവഹേളിച്ച് ഇതൊന്നും പാടില്ലാത്തത്. ഇത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ചെയ്യാൻ പാടില്ലാത്തതാണ്. നമുക്ക് വിമർശിക്കാം, രാഷ്ട്രീയ വിമർശനമൊക്കെ ആകാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. പക്ഷെ നമ്മളൊരു ശത്രുവിനെ എതിരെ പടപൊരുതാൻ നിൽക്കുമ്പോൾ ആ ശത്രു എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ചെയ്യണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും ഈ പറയുന്ന ഫെന്നി നയനാനും പറ്റിയ ഒരു എന്താ പറയാ, നമ്മൾ തണ്ടിയാണെന്ന് പറയില്ലേ, എന്താ പറയാ, തക്ക ഒരാൾ ഞങ്ങൾക്ക് നേരിടാൻ അല്ലെങ്കിൽ ഒരു ബലാബലം നിൽക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് കരുതരുത് രാജൻ ജോസഫ്. രാജൻ ജോസഫിന് സത്യത്തിൽ ആരുമില്ല, ഒരു ആരോഗ്യമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. ആ നാവ് തന്നെ ഉള്ളൂ. ആ നാവാകട്ടെ കുറച്ച് കുഴപ്പമാണ് താൻ. അതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. ഇപ്പോ ശ്രീനാഥ് കുഞ്ഞമ്മേനെ ഇനി പറയാനൊന്നുമില്ല. എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവസാനം ഗതി മുട്ടി ശ്രീനാഥ് കേസ് കൊടുത്തു. അതിനെ പിടിച്ചുകൊണ്ട് പോയി, ജാമ്യമില്ലാ വകുപ്പിട്ട് കേസ് എടുത്തു, അകത്ത് കൊണ്ടുപോയി. പിന്നെ എന്തായാലും ജാമ്യം കിട്ടി, പുറത്തു വന്ന നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ശ്രീനാഥ് ഗതികെട്ട് കൊടുത്താലും ഇനി പകരം വീട്ടാൻ കൊടുത്താലും ഏതായാലും അതിനെ തൽക്കാലം വെറുതെ വിടേണ്ടതായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ മിണ്ടണ്ട. അങ്ങനെ പിന്നെ ശ്രീനാഥ് കുറിച്ച് സംസാരിക്കണ്ട, ആ കേസുകളെ കുറിച്ച് സംസാരിക്കണ്ട. അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇനി രാജൻ ജോസഫിനെ സഹായിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കൊമ്പത്തെ ആൾക്കാരുണ്ട്, പണം കൊണ്ടും ആളുകൊണ്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അവരെല്ലാവരും സഹായിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാഥ് അങ്ങ് ജയിലിൽ അടയ്ക്കാനായിട്ട് നോക്കട്ടെ. അതായിരിക്കും നല്ലത്. അല്ലാതെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ട് ഞാനടാ എന്ന് പറഞ്ഞുകൊണ്ടതേ ഞാൻ തല്ലുകൊണ്ട് നിലമ്പൂരിൽ അവിടെ തേക്കന്തടീന്റെ മുകളിൽ കിടക്കുകയാണെന്ന രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അത് കുറച്ച് കൂടിപ്പോയി, കുറച്ച് കടന്നുപോയി. ഏതായാലും ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അധികം ഇനി പുറത്തുണ്ടാവില്ല, അടുത്ത അറസ്റ്റ് ഉടനെ ഉണ്ടാകും. ഒന്നുകിൽ മറ്റേ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെടും, അല്ലെങ്കിൽ ശ്രീനാഥ് അടുത്ത കേസ് കൊടുക്കും എന്ന രീതിയിൽ അപ്പോൾ തന്നെ തോന്നിയിരുന്നു. ഏതായാലും ഇപ്പോ പിടിച്ച് കൊണ്ടുപോയി കോടതിയിൽ ശ്രീനാഥ് കൃത്യമായി തെളിവ് കൊടുക്കാൻ പറ്റി. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയ ശേഷവും അവഹേളിച്ചതും അപമാനിച്ചതും ആ വീരവാദങ്ങളും ഒക്കെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റി. ഏതായാലും ജാമ്യം കിട്ടിയില്ല, അകത്ത് റിമാൻഡിലായി. ഇവിടെ സത്യത്തിൽ ആരെ കൂടെ നമ്മൾ നിൽക്കണമെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ശ്രീനാഥ് കുഞ്ഞമ്മയോടൊപ്പവും രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പവും ഈ കേസിൽ നിൽക്കാൻ പറ്റുന്നില്ല. രാജൻ ജോസഫിനൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല. രാജൻ ജോസഫിനൊപ്പം നിൽക്കാൻ പറ്റാത്തത് അദ്ദേഹം സുഹൃത്തായിരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നുമുണ്ട്. ഒരു സുഹൃത്തൊന്നുമല്ല, എങ്കിലും വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അറിഞ്ഞുകൊള്ളുന്നില്ല. അത്രയൊരു ബന്ധമില്ല, പക്ഷെ എന്തെങ്കിലും സംസാരിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ രാജൻ ജോസഫായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. അയാൾ ഇത്തരത്തിലുള്ള ഒരാളെ, പ്രത്യേകിച്ച് ഒരു വനിതയാണ്, നമ്മുടെ ഈ നാട്ടിലെ വനിതകൾക്ക് എന്താ പറയാ, അവരുടെ സകല ഒരു സംരക്ഷണവും അമിത സംരക്ഷണവും കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ശ്രീനാഥ് കുഞ്ഞമ്മയെ പോലെ ഒരാളെ ആക്ഷേപിച്ച് നട്ടം തിരിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും രാജൻ ജോസഫിന്റെ ആ സംസാരത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിന് ആവശ്യമാണ്. പക്ഷെ മറുഭാഗത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തും ഈ ശ്രീനാഥ് കുഞ്ഞമ്മയൊക്കെ ഇയാളെ പിടിച്ചോണ്ട് പോകുമ്പോഴും അയാളെ ജയിലിലാക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തെ കാണാനും എങ്ങനെ ഉണ്ട് എന്ന ഭാവത്തിലൊന്ന് നോക്കാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇത് വെറും തരംതാന്ന ഒരു പരിപാടിയാണ്, വെറും തരംതാന്ന പരിപാടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ശ്രീനാഥ് കുഞ്ഞമ്മയുടെയും ഒന്നും ആ തരത്തിനൊത്ത് കളിക്കാനുള്ള ത്രാണി അതിന്റെ ഏഴെഴുത്തോലും വരുന്ന ഒരാളല്ല ഈ രാജൻ ജോസഫ് എന്ന് പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ രാജൻ ജോസഫ് ഇപ്പൊ അകത്തായതാണ് അയാൾക്ക് നല്ലത്. കാര്യം ഒന്നത് സാധു മനുഷ്യനാണ്. നാവ് ഈ പറഞ്ഞതുപോലെ 1.5 കിലോമീറ്റർ നീളമുണ്ട് എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. ആരും അധികം സഹായിക്കാനില്ലാത്ത ഒരാളാണ്. രോഗിയാണ്. ഇപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹം ഭയങ്കര വെള്ളവടിയാണ്, ഇതാണെന്ന്. വെള്ളവടിയൊന്നുമില്ല, മദ്യപിക്കുമായിരുന്നു, അതിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് വെള്ളവടിയൊക്കെ നിർത്തി. മാനസികമായി ഒരുപാട് പ്രയാസങ്ങളുള്ള ആളാണ്. വേണമെങ്കിൽ നമുക്ക് മാനസിക രോഗി എന്ന് വിളിക്കാം. മാനസിക രോഗ ഭ്രാന്തെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഒരല്പം മെന്റലി ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയിൽ ഇയാൾ എങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു താക്കീത് കൊടുത്ത്, നമ്മൾ പറയില്ലേ പിള്ളേർക്ക് ഒരു 2 അടി കൊടുത്തങ്ങ് വിട്ടാൽ മതി എന്ന് പറയില്ലേ, അതിന് തക്കെ പറ്റുമോ? അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇയാൾ നാവടക്കിക്കോളും. ആ രീതിയിലങ്ങ് കൊടുക്കേണ്ട രീതിയിലും കൊടുത്താൽ മതിയായിരുന്നു. ഈ അകത്തിട്ടത് സത്യത്തിൽ അയാൾക്കതൊരു ഉപകാരമാണ്. രാഹുൽ മാങ്കൂട്ടവും ശ്രീനാഥ് അവിടെ തോറ്റിരിക്കുകയാണ്. കാരണം അകത്ത് കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ട്. ആ ചികിത്സയ്ക്ക് ആവശ്യമുള്ള മരുന്നും കാര്യങ്ങളും എല്ലാവരും സർക്കാർ കൊടുത്തോളും. ഭക്ഷണം വാങ്ങാൻ തൽക്കാലം
എന്ന് പറഞ്ഞാൽ വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. സാമൂഹ്യ ബന്ധങ്ങൾ, കുറെ സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അവരാരും ഇപ്പോൾ ജയിലിലേക്ക് ചെന്ന് കിടത്തും അല്ലെ ഇദ്ദേഹത്തിന് ചെലവിന് കൊടുക്കും എന്നുള്ള ധാരണയൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നു, കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഈ പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു മോശ സ്വഭാവമുണ്ട്. ഏതായാലും ജയിലിൽ കിടക്കുമ്പോൾ ചെല്ലും ചെലവിനും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം സർക്കാർ നോക്കിക്കോളും. നേരത്തിന് ഭക്ഷണം കിട്ടും. ഇപ്പോ വി.ഡി. സതീശൻ പറയുന്നുണ്ട്, ഇനിയിപ്പോ ശനിയാഴ്ച മട്ടനൊന്നും കിട്ടൂല, കാന്താരി മുളകും അതുപോലെ കഞ്ഞിയും മണിന് കൊടുക്കാൻ പോകുന്നൊക്കെ പറയുന്ന കേട്ടു. എന്താ ആയിക്കോട്ടെ. ഏതായാലും രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ചായ കിട്ടും, 8 മണിയാകുമ്പോൾ തിന്നാനുള്ള ഉപ്പുമാവ് വരും, ഒരു 12 മണിയാകുമ്പോൾ കറിയും, ഒരു 12:30 1 മണിയാകുമ്പോൾ ചോറും വരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ചായയും, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ചോറും ഒക്കെ കിട്ടും. അതായത് 5-6 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചികിത്സയൊക്കെ, മരുന്നൊക്കെ കൃത്യമായിട്ട് പരിശോധന നടത്തി മരുന്നൊക്കെ കിട്ടി സുഖമായിട്ട് ജയിലിൽ കഴിയാം. രാജൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജയിലാണ് നല്ലത്. ആകെയുള്ള ഒരു കുഴപ്പം, ഈ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റൂല, മറ്റുള്ളവരെ ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെയുള്ള സാമൂഹ്യ ബന്ധങ്ങളൊക്കെ പഴയതുപോലെ നടക്കില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ജീവിക്കാൻ അദ്ദേഹത്തിന് ജയിലിൽ തന്നെയാണ് നല്ലത്. കാരണം അദ്ദേഹം ഒറ്റത്തടി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയും അദ്ദേഹത്തിന്റെ ഒരു എല്ലാം അറിയുന്ന ഒരാളെന്ന നിലയിലാണ് ഞാനത് പറയുന്നത്. അപ്പൊ ശരിക്ക് ഇവർ ചെയ്യേണ്ടിയിരുന്നത് അയാളെ പുറത്തിടുകയായിരുന്നു. അയാളെ അകത്താക്കിയത് ശരിക്കും അവർക്ക് വെച്ചിട്ടുള്ള ഒരു പരാജയമാണ്. അകത്താക്കിയത് അയാളുടെ വിജയമാണ്. അയാൾക്ക് സുഖമായി. രാഹുൽ മാങ്കൂട്ടത്തോടും ശ്രീനാഥ് അബിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റിയ ഒരു തണ്ടിയല്ല ഈ രാജൻ ജോസഫ് എന്ന് പറയുന്നത്. അതാ നാവിന്റെ നീളം തന്നെ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള സാധനമൊന്നുമല്ല. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട്, അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരി, അത് തെറ്റാണ്. പക്ഷെ അതിന് ഈ രീതിയിൽ കൂടെ നടന്ന് അദ്ദേഹത്തെ ഹരാസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്ന് കളിയാക്കാൻ തക്കവണ്ണമുള്ള ഒരാളൊന്നും ഇല്ല. അതിനുവേണ്ടിയുള്ള വലിപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നാലെ നടന്ന് പറഞ്ഞിട്ട് ഉള്ള വില കളയരുതെന്ന് മാത്രമാണ് നിങ്ങൾ രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.